ജോലിക്ക് പോയി തുടങ്ങിയ ദിവസം മുഴുവൻ നിങ്ങളെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിരുന്നു ഞാൻ. നിങ്ങളുടെ ഓഫീസിൽ തന്നെ എനിക്ക് ജോലി തന്നതിന് താങ്ക് യു സോ മച്ച് ചേട്ടാ. ശ്രീകർ, ശ്രീകർ, മോളെ ആവനി. ആരാ മനസ്സിലായില്ല? ഇതിനു മുമ്പേ കണ്ട ഫോട്ടോ പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ. ആദ്യം ശ്രീകറിനെ ഒന്ന് വിളിക്കാവോ? ശ്രീകർ, ശ്രീകർ. നിങ്ങളുടെ ഓഫീസിൽ തന്നെ ജോലിക്ക് ട്രൈ ചെയ്യുന്ന കാര്യം എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞേ? നേരത്തെ പറഞ്ഞ ഇപ്പൊ ഈ കിട്ടിയ സർപ്രൈസ് ഉണ്ടാകില്ലല്ലോ അവനി. താനിപ്പം ഞെട്ടിയില്ലേ? ശ്രീകർ. അല്ല, നീ ആരാണെന്ന് പറയാൻ നീ ബഹളം വെക്കുന്ന എന്തിനാ? ആന്റി. മുരളി. അങ്കിൾ. സുഖാണോ? സുഖമാണ്. നിങ്ങൾക്ക് സുഖമാണോ ആന്റി? അങ്കിൾ ബ്ലസ് മീ. ദീർഘായുസ്സായിട്ടിരിക്കട്ടെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. താങ്ക് യു അങ്കിൾ. മുരളിയെ കണ്ടിട്ട് ഒരുപാടായി. ഓ, മുരളി ഈ കാൻഡിഡേറ്റ് ആയിരുന്നോ? മുരളി, ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാം. എന്റെ മൂത്ത മോൻ രാധാകൃഷ്ണൻ, മൂത്ത മരുമകള് ലാവണ്യ, എന്റെ മകള് വസന്ത, മരുമകൻ പൃഥ്വിരാജ്, ഇതെന്റെ പേരക്കുട്ടി കാവ്യ. എല്ലാവർക്കും ഹായ്. എന്താ ആരും തിരിച്ച് വിഷയൊന്നുമില്ലല്ലോ? ഞങ്ങളൊക്കെ അങ്ങനെയാ. ആവശ്യമില്ലാത്ത ആൾക്കാരോട് വലിയ പരിചയമൊന്നും കാണിക്കാറില്ല. ഓഫീസിലെ സ്റ്റാഫ്സിനോടെല്ലാം ഫ്രണ്ടിന്റെ അനിയത്തി എന്നാ പറഞ്ഞിരിക്കുന്നേ. ഓൾറെഡി ബോസിനോടും അങ്ങനെ തന്നെയാ പറഞ്ഞേ. കുറച്ചു കാലം കൂടെ അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ആന്റി, അതല്ല, എന്റെ അനിയത്തിയും ഫ്രണ്ടും എവിടെ? അവർക്ക് ഫോൺ ചെയ്ത് നീ വരുന്ന കാര്യം പറഞ്ഞില്ലേ? അത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ലെങ്കിൽ. അതല്ല, അവരെവിടെ? അവനീ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോയത്. അതിനു വേണ്ടിയാ അവര് രണ്ടുപേരും പുറത്തു പോയത്. ജോബ് ട്രയൽസ് ആണോ ആന്റി? അതെ. ഇത്രയും വലിയ വീട്ടിലായിട്ട് അവൾക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം എന്താ ആന്റി? ഞാനും അത് തന്നെ പറഞ്ഞത്. അവള് പക്ഷെ കേട്ടില്ല മുരളി. കുട്ടിക്കാലം തൊട്ടേ കഷ്ടപ്പെടുന്നതല്ലേ, പിന്നെ ജോലിക്ക് പോയാ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുമെന്ന് അവള് പറയുന്ന കേട്ടു. ആ മുരളി, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വാ മോനെ. കല്യാണക്കാര്യം പറയാത്തതിൽ സങ്കടമുണ്ടല്ലേ? പക്ഷെ അത് കാരണം നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. അഡ്വാൻറ്റേജോ? എന്താ അത്? ഓഫീസിലിരുന്ന് നമുക്ക് വീണ്ടും പ്രേമിച്ചൂടെ? ശ്രീകർ അവനെ കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു ആന്റി? പറഞ്ഞു മോനെ. അവനവിടെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കിയപ്പോ പുറത്താരും അല്ലല്ലോ. എന്തിനാ അവിടെയൊക്കെ താമസിപ്പിക്കുന്നത്? അവളെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവള് വന്നത്. അവസ്ഥകൾ കൊണ്ട് നമുക്ക് സത്യം പറയാൻ പറ്റുന്നില്ല. അമ്മയും അച്ഛനും മുരളിച്ചേട്ടനോട് സംസാരിക്കണമെന്ന് ഇനിയും നമ്മളെ ഒരുപാട് പ്രഷർ ചെയ്യാൻ തുടങ്ങിയ അതിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് ചിലപ്പോ പറ്റിയെന്ന് വരില്ല. അവനെ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ വലിയ മനസ്സ് കാണിച്ച് അവരെ രണ്ടുപേരെ അംഗീകരിച്ചു. എല്ലാം അവനുടെ മുൻജന്മ സുഹൃതം. എന്താലോചിച്ചിട്ടാ നീ പേടിച്ച്? ഒരു വീട്ടിലേക്ക് വരുന്നതിന് അതിനും മാത്രം ഭാഗ്യം എന്താ ഉള്ളത്? അവളുടെ ഭാഗ്യമല്ലേ പിന്നെയത്? നീ സംസാരിക്കുന്ന കാര്യത്തിനും ഞങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിനും യാതൊരു ബന്ധവുമില്ലെന്നാ തോന്നുന്നത്. അതെ സിസ്റ്റർ, എന്തോ നോൺസെൻസ് ആയിട്ട് കിടപ്പുണ്ടല്ലോ. എല്ലാം അറിഞ്ഞിട്ടും എന്നെ കളിപ്പിക്കുകയാണല്ലേ?
അവര് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. നിനക്കെന്താ വേണ്ടെന്ന് പറ. ടീയോ കോഫിയോ? അതൊക്കെ നമുക്ക് അവളും ശ്രീകറും വന്നിട്ട് നോക്കാന്നേ. എന്തായാലും അവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം. പെങ്ങളങ്ങനെ നടക്കുന്നത് നിനക്ക് സന്തോഷമാണെന്നാണോ? അവള് പോകുന്നത് ശ്രീകറിന്റെ കൂടെയല്ലേ? ഇവനൊരു വിചിത്ര ജീവിയാണല്ലോ. മുരളി, ഞങ്ങൾക്ക് അവനിയെക്കുറിച്ച് നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു. ശ്രീകർ വന്നതിന് ശേഷം എല്ലാം സംസാരിക്കാൻ ആന്റി. എനിക്കും വന്നതിന് ശേഷം ചിലത് ചോദിക്കാനുണ്ട്. എന്താണെങ്കിലും എനിക്കിപ്പോ വളരെയധികം സന്തോഷം തോന്നുന്നു. എന്തെങ്കിലും വലിയ പ്രശ്നമാകുമോ, നടക്കാൻ പാടില്ലാത്തൊക്കെ നടക്കുമോ എന്നോർത്ത് പേടിച്ചിരിക്കായിരുന്നു ഞാൻ. ഇങ്ങോട്ട് വന്നപ്പോ എല്ലാം വളരെ പോസിറ്റീവ് ആണല്ലോ. മുരളി ചേട്ടാ, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെ എന്നാ കൊണ്ടുപോകുന്നത്? അങ്ങനെ നോക്കുന്നെന്താ? എപ്പോഴാ കൊണ്ടുപോകുന്നേന്ന് പറ. കൊണ്ടുപോകണമെന്നോ? പിന്നെ എത്ര ദിവസം ഇവിടെ നിൽക്കുമെന്ന് പറ. രാധ എന്താ പറയുന്നേ? അതല്ല അച്ഛാ. ഇനി വാ തുറന്നേക്കരുത്. യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് വിശദമായിട്ട് സംസാരിക്കാം. ആന്റി, ശ്രീകറും അവളും വന്നതിന് ശേഷം അവരോട് മനസ്സോറും സംസാരിച്ചിട്ട് അപ്പൊ തന്നെ പോവും ആന്റി. ഇതേതാ ഇവിടെ ഒരു കാറ്? ആരായിരിക്കും വന്നത്? തമിഴ്നാട് രജിസ്ട്രേഷൻ വെഹിക്കിൾ ആണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് ആരാ വരാനുള്ളേ? മോളെ ആവനി, ആവനി. മുരളിയേട്ടനെങ്ങാനും ഇനി വന്നു കാണുമെന്നോർത്ത് പേടി തോന്നുന്നു ഏട്ടാ. അവൻ ബോർഡറിലല്ലേ ഉള്ളത്, പെട്ടെന്ന് അങ്ങനെ ലീവ് കിട്ടില്ലല്ലോ. പിന്നെങ്ങനെ വരാനാ? വന്നാലും എന്നെ ഫോൺ ചെയ്യാതിരിക്കൂല്ല. നമുക്ക് നോക്കാം, വാ ഏട്ടാ. ശ്രീകറിന് ഫോൺ ചെയ്തിട്ട് വേഗം വരാൻ വേണ്ടി പറയാം. ഇങ്ങ് വരട്ടെ, ശരിയാക്കുന്നുണ്ട് ഞാൻ. താൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം. ഇതെന്താ ഇത്? ഫോണിൽ ഇറങ്ങി ഇവിടുന്ന് എവിടുന്നാണല്ലോ കേൾക്കുന്നത്. അതാ എത്തിയല്ലോ. ആ, നിങ്ങളുടെ ഫ്രണ്ട് വന്ന ശേഷം ചോദിക്കും പറയുമെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ചോദിക്കേ. ശ്രീകർ, നീ അവിടെ നിൽക്കുന്ന എന്തിനാ? അകത്തേക്ക് കയറുക. എല്ലാവരും എല്ലാ സത്യം അറിഞ്ഞു എന്നാ തോന്നിയേട്ടാ. താൻ ടെൻഷൻ ആവാതിരിക്കേ. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, നമുക്ക് സത്യങ്ങൾ പറയാം.
എന്താടാ പൂച്ചയെ പോലെ പെട്ടെന്ന് കയറി വാ. എന്താടാ പൂച്ചയെ പോലെ പെട്ടെന്ന് കയറി വാ. സുഖമാണോ ഏട്ടാ? സുഖമാണ് മോളെ. എപ്പോഴേട്ടൻ വന്നത്? കുറച്ചു നേരമായി. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. എന്താണ് നീ കാണിച്ചത്? അത് മുരളി, അതെടാ എന്താ ഉണ്ടായെന്ന് വെച്ചാ എനിക്കെല്ലാം മനസ്സിലായി. നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അവന് കുറെ കാലം ഗസ്റ്റ് ഹൗസിലായിരുന്നു കേട്ടു. ആന്റിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞപ്പോഴാ നീ എന്റെ അനിയത്തെ വീട്ടിലേക്ക് കൊണ്ടുവന്നെന്ന്. അത് മാത്രമല്ല, അവൻ ഇപ്പൊ ജോബിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ആന്റി പറഞ്ഞല്ലോ. ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞതാ. അവനിത് കേൾക്കണ്ടേ? ഞങ്ങളുടെ വീട്ടില് ഒരു കുറവും ഉണ്ടാവില്ല, സ്വന്തം വീട് പോലെ കണ്ടാ മതിന്ന് പറഞ്ഞിട്ടും അവള് കേക്കണ്ട മുരളി. അതെന്താ ആന്റി അങ്ങനെ പറയുന്നത്? സ്വന്തം വീടായി കരുതുന്ന എന്തിനാ? മുരളി അപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നർത്ഥം. എടാ, ആന്റി എന്താ അങ്ങനെ പറയുന്നത്? അവനി ആരാന്ന് നീ ഇവിടെ ആരോടും പറഞ്ഞില്ലേ? ആന്റി, അവനി ആരാണെന്ന് അറിയാമോ? എടാ, ഇവിടെ നിന്റെ അനിയത്തിയല്ലേ? ആ കാര്യം ഓൾറെഡി ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാ. എടാ അതല്ലടാ ഞാൻ പറയാൻ വന്നതാ. നീ യാത്ര ചെയ്താകെ ക്ഷീണിച്ചിരിക്കുവോ ഇപ്പൊ? നീ ഇങ്ങോട്ട് വാ, കുളിക്ക്. നിക്കടാ അവനി, നീ ചേട്ടന്റെ ബാഗൊക്കെ എടുക്ക്. പറയട്ടെ. അയാൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലടാ. എന്തിനാ ബലം പിടിച്ചു കൊണ്ടുപോകുന്നേ? പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് സംസാരിക്കാലോ. നീ വന്ന ശേഷം ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു ശ്രീകർ. പാവ സംസാരിക്കട്ടെ. ഇവൻ വലിയ തമാശക്കാരനെ ഏട്ടത്തി. ഇവൻ പറയുന്നൊന്നും കേക്കണ്ട. നീ ഇങ്ങോട്ട് വാ, ഫ്രഷ് ആയിട്ട് വരാം. എന്തൊക്കെയാണാവോ ഇവന്റെ പ്രശ്നം? വന്നപ്പോ തൊട്ട് അവൻ എന്തിനീ തിരക്ക് കൂട്ടുന്നു? മോളെ വസന്ത, മുരളി വന്നതല്ലേ, ഭക്ഷണത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്ക്. അവൾ ഇവിടെ ഉണ്ടല്ലോ അച്ഛാ, അവള് നോക്കിക്കൊള്ളും. ഇന്ന് നിങ്ങൾ അങ്ങ് ചെയ്യുമോളെ, ചെല്ല്. കേട്ടു. ആ മുരളി എന്താ ഭയങ്കര കൺഫ്യൂസിംഗ് ആണല്ലോ അയാള്. എന്തോ നടക്കുന്നുണ്ട്. അതെ സിസ്റ്റർ, എന്തോ നടക്കുന്നുണ്ട്. പക്ഷെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. വന്ന മുരളിയാണെങ്കിലും ഡിഫറെന്റ് തന്നെയാ. അപ്പൊ അവന്റെ മേലെ നമ്മുടെ ഒരു കണ്ണുണ്ടാവണം. എന്താടാ, എന്താ മോളിവൻ ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഞങ്ങള് മിലിറ്ററിക്കാര് ടെററിസ്റ്റിനെ പിടിക്കുന്ന പോലെ. എടാ, ഒരു ഫോൺ പോലും ചെയ്യാതെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടെന്ന് കരുതി കോൾ ചെയ്യാതെ മനഃപൂർവ്വം വന്നാ ഞാൻ. എന്താ, എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്നിട്ട് സർപ്രൈസ് അല്ല ആയത്, ഷോക്ക് അടിച്ച പോലെ ആയത്. എന്നാലും നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എടാ, പേടിപ്പിച്ചത് നീയല്ലേ? അത് ശരി. ഇവിടെയുള്ളവരുടെ സംസാരം എന്താടാ അങ്ങനെയൊക്കെ? ഐ മീൻ, നിനക്കും അവനിക്കും ഇടയില് റിലേഷൻ ഇല്ലാത്തതുപോലെ. അത് ചേട്ടാ, അതെന്തുണ്ടായിരുന്നു? ആവനി,
ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. താൻ പോയി ഒരു കോഫി എടുത്തിട്ട് വാ. ശരി ഏട്ടാ. എടാ, ഞങ്ങൾ അപ്പോ വന്നില്ലായിരുന്നെങ്കിൽ എത്ര വലിയ പ്രശ്നമായി തീരുന്നറിയാവോ? പ്രോബ്ലം ആവാൻ മാത്രം എന്താടാ ഉള്ളത്? അവനെ കല്യാണം കഴിച്ചാലും നീ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒഴികെ മറ്റുള്ള ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നല്ലോ. ശരിയല്ലേ? ഞങ്ങളുടെ കല്യാണക്കാര്യം വീട്ടിൽ ഇപ്പോഴും ആർക്കും അറിയില്ല. നീ എന്താണ് ഈ പറയുന്നത്? അതേടാ, സിറ്റുവേഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല. അതിന്റെ ഇടയ്ക്ക് വീട്ടിലെ അമ്മയുടെ വിഗ്രഹം ഒരാൾ മോഷ്ടിക്കാൻ നോക്കിയപ്പോ അവനെ അവളുടെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി. ഹോസ്പിറ്റലിലായിരുന്നു പാവം. ആ സമയത്ത് സത്യങ്ങളൊക്കെ പറയാൻ നിന്നതായിരുന്നു. ഇപ്പൊ ഒന്നും പറയണ്ട, കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറയാമെന്ന് അവള് തന്നെയാ പറഞ്ഞത്. എല്ലാം പറയാനുള്ള ദിവസം ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുവാടാ. മനുഷ്യനാണോ നീ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ആയില്ലേ? ഇനി എത്ര കാലം അവളെ നീ കള്ളം പറഞ്ഞോട് നിർത്തും? അവനോട് നീ കാണിക്കുന്ന അനീതിയാണ്. എടാ, എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. തെറ്റ് ചെയ്തത് നീ തന്നെയാടാ. എടാ, എനിക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാടാ. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാനിപ്പോ പോയി പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ അത് അമ്മയുടെ മരണത്തിന് കാരണമാവും. കല്യാണം കഴിഞ്ഞെന്ന് പറയാനായിട്ട് വേറൊരു സെക്കൻഡ് മതിയടാ. പക്ഷെ ആവനിയുടെ ജാതകം അമ്മയുടെ പോലെ അല്ലാന്നറിഞ്ഞ അതമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ലടാ. ജാതകത്തിന്റെ പ്രശ്നം ഒരുപാട് ഗ്രാമങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാ. അതിപ്പോ എന്റെ വീട്ടുകാർക്ക് എന്റെ ഭാര്യയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ മാത്രം പറ്റാത്ത അവസ്ഥയായി. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ നീ അവരുടെ ജീവിതത്തോട് എങ്ങനെ ന്യായം കാണിക്കടാ? എങ്ങനെ ന്യായം കാണിക്കും? ആ പാവം പെൺകുട്ടി വലിഞ്ഞു കയറി വന്നൊരു മരുമകളെ പോലെ എത്ര കാലം ഇങ്ങനെ നരകം അനുഭവിക്കണം? കാലം തന്നെ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ച് കാറ്റത്ത് തീ അണയ്ക്കാൻ നിൽക്കാതെ എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കുക നീ.